ഹായ് ഹലോ ഇറ്റ്സ് മീ റിനൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്ര താർ. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wait. കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കണം, ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കണതാണ് താറ് നമ്മൾ ചാനലിൽ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങളെ കാണിക്കണമെന്നുള്ളത്. അപ്പൊ നമുക്കൊരു താറ് കിട്ടിയിരിക്കുകയാണ്. വണ്ടിപ്രാന്തന്മാർക്കൊക്കെ ഒരു ആവേശമാണ്, ഒരു വികാരമാണ് താറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോട്ടിലൂടെ ഒക്കെ പോണ സമയത്ത് ഒരുപാട് ആരാധകരുള്ള ഒരു വണ്ടിയാണ് ഈ മഹീന്ദ്ര താർ എന്ന് പറയുന്നത്. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give. താറിന്റെ എഞ്ചിൻ റൂം നമുക്ക് നോക്കാം. 2184 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. നോക്കാം നമുക്ക്. ഓക്കെ, 2184 cc 4x4 4 സിലിണ്ടർ എഞ്ചിനാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. പിന്നെ ഇതിനൊരു ക്യാപ്പ് ഉണ്ട്, ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ നമുക്ക് അകലെ നിന്ന് നോക്കുമ്പോഴായാലും അടുത്തേക്ക് വരികയായാലും ഭയങ്കര ക്ലാസിക് ലുക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ മെറ്റാലിക് ബ്ലാക്കിലാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് മാത്രം ഫൈബറാണ്, ബാക്കിയെല്ലാം മെറ്റൽ പാർട്ടുകളാണ് വരുന്നത്. ഇവിടെ ഒരു താറിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണിത്. ഇത് നമുക്ക് ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 226 mm ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഓഫ് റോഡിന് പറ്റിയ ഒരു വാഹനമാണ് ഈ താർ എന്ന് പറയുന്നത്. 6 മാസമായി എടുത്തിട്ട് പുതിയ വണ്ടിയാണ്. ഇതുവരെ ഓഫ് റോഡ് പോയിട്ടില്ല എന്നാ പറഞ്ഞത്. ഓഫ് റോഡൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ബാക്കിൽ കയറാൻ ഇച്ചിരി പാടാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഇവിടെ സീറ്റിന്റെ അവിടെ ഒരു സീറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പാണ്. ഇങ്ങനെയാണ് കേട്ടോ കയറിയിരിക്കുക. അത് ഇച്ചിരി പാടായിട്ട് തോന്നും നമുക്ക്, പക്ഷെ ഇരുന്നിട്ട് പോകുമ്പോഴുള്ള സസ്പെൻഷനും ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ കംഫർട്ടായിരിക്കും. 600 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് താറിനുള്ളത്. അത് പലപ്പോഴും കുറവായിട്ട് എല്ലാവർക്കും തോന്നാറുണ്ട്. താറിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ് ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ളത്. ഇത്രയും ബൂട്ട് സ്പേസ് കിട്ടും. എന്തെങ്കിലും ബോക്സോ എന്തെങ്കിലും ഒക്കെ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഈ ഗ്ലാസ് ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റും നമുക്ക്. പിന്നെ സ്റ്റെപ്പിനെയാണ് ഇത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. പഴയ ഒരു നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്റ്റൈൽ തന്നെയാണിത്. ഇവിടെ ഒരു നമുക്ക് ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫൈബർ ആണ്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡീസൽ ടാങ്ക് ഇവിടെയാണ്. നമുക്ക് ഇന്റീരിയർ നോക്കാം. ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിട്ട് സാധിച്ചേക്കണത്. ആ വിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണിച്ചേടാ, മഹീന്ദ്രയുടെ ഒരു വിങ്സ്, ബട്ടർഫ്ലൈ വിങ്സ് ഇത് കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോള് അതൊക്കെ സാധാ പോലെ തന്നെ ഇതിലുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പേന കത്തി പോലെ ഇങ്ങനെ വരും. നമുക്ക് കീ തിരിച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താർന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. 7 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ ഇതിങ്ങനെ കാണിക്കുന്നുണ്ടോ, ഇത് നമ്മുടെ സ്റ്റിയറിങ് എങ്ങടാണ് തിരിക്കുക, അപ്പോൾ നമ്മുടെ വീൽ എങ്ങടെ തിരിയാന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. 130 bhp പവറും 300 Nm ടോർക്കുമാണ് ഇതിന്. ടയർ പ്രഷർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാൻ പറ്റും. വേറെ ഓപ്ഷൻ ഉള്ളത് ഫ്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഹിൽ ഡിസൈൻ കൺട്രോൾ പറയുന്നത് HDC. നമ്മൾ ഇറക്കത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പിടിച്ച് പോകാനായി സഹായിക്കും. ഫ്രണ്ടിൽ തന്നെയാണ് AC വെന്റ് ഉള്ളത്, ബാക്കിൽ AC വെന്റ് ഇല്ല. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അറിയാലോ, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. ഗിയർ മാറ്റാണ് നോബാണിത്. അതിൻ്റെ അപ്പുറത്ത് മാനുവലും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറയാന്ന് വെച്ചാല് ഓഫ് റോഡ് പർപ്പസ് ആണ്. ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളുണ്ട്. അധികം ഫീച്ചേഴ്സ് ഇതിലില്ല. സേഫ്റ്റിയുടെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എയർ ബാഗ്സ് ആണ് ഉള്ളത്. റോൾ കേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടെ ഒരു പൈപ്പ് പോലെ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാട്ടാ. റോൾ കേജ് എന്ന് പറയണ ആ ഒരു ഇതില് നമ്മളിപ്പോ വണ്ടി തലകുത്തി മറിഞ്ഞാൽ വരെ അതുമ്മേ സപ്പോർട്ട് ചെയ്ത് നിന്നോളൂ. അതാണ് റോൾ കേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 എയർ ബാഗ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നം വരില്ല. കാരണം റോൾ കേജ് ഉള്ള കാരണം അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കയറിയാലും നമുക്കിത് സിമ്പിളായിട്ട് തന്നെ കംപ്ലൈൻസ് ഇല്ലാണ്ട് ഓടിച്ച് പോകാൻ പറ്റും. വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറൊക്കെ ഉണ്ടല്ലോ, ഡോറൊക്കെ ഊരി മാറ്റാൻ പറ്റും, ടോപ്പ് മൂരാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിന് മറ്റു കാറുകളിനെ അപേക്ഷിച്ചിട്ട്. ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൺ മെറ്റൽ അലോയ് വീൽസ് ഉണ്ട്. പിന്നെ ബ്രേക്കിന്റെ കാര്യം പറയുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ റിയർ ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്ക് ആണ്. മിററൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ വലിയ മിററാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറയുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താർന്ന് ബാഡ്ജിങ് കൊടുത്തിട്ടുള്ള ടെയിൽ ലാമ്പ് തന്നെയാണുള്ളത്. എംഹോക്ക് എഞ്ചിനാണ് കേട്ടോ. അവിടെ കയറിയിട്ട് നമുക്ക് അവിടെ ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെയാണ് ആ ഒരു സപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. താറൊന്ന് ഓടിക്കാട്ടാ, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. I love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. കണ്ട വരവ് കണ്ട മക്കളെ, വികാരമാണ് വികാരം. 2010 മുതൽ ഇവനാണ് റോഡ് ഭരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ ആയിക്കോട്ടെ, സെക്കൻഡ് ജനറേഷൻ ആയിക്കോട്ടെ, ഓൺ റോഡിനായാലും ഓഫ് റോഡിനായാലും പൊളി. 5 ഡോറിന്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. കമ്മിങ് സൂൺ. 20 ലക്ഷം 22 ലക്ഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താർ എടുക്കാൻ പറയട്ടാ, പവർ ആവട്ടെ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വണ്ടി പ്രാന്തന്മാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സ്റ്റേ ട്യൂൺ.